ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അയിലക്കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് അയില എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ഇതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാനിത് വൃത്തിയാക്കി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നമ്മുടെ ആവശ്യത്തിന് മീൻ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മീനെല്ലാം ആവശ്യം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിനാവശ്യമായ കറിവേപ്പില, അതുപോലെ നമുക്ക് കുറച്ച് പുളി വേണം. പുളി, അതുപോലെ കുറച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് എടുത്ത് സവാളയെല്ലാം ഒന്ന് ആവശ്യത്തിന് അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ ഏകദേശം സവാളയൊക്കെ അരിഞ്ഞിട്ട് ഈ തീ കത്തിച്ചു കൊടുക്കാം. ചട്ടി വെച്ച് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കാം. ശേഷം 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, ഉള്ളി, കറിവേപ്പില എന്നിവയെല്ലാം ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി വെച്ചതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അങ്ങനെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് വാടുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സവാള വാടുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാളയുടെ നിറം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഉള്ളി വാടി വരുന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന് ഞാനിവിടെ 3 സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ശേഷം മല്ലിപ്പൊടി നമുക്ക് 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്.
അതിനുശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി നമുക്ക് ഇത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറി തിളച്ച് വന്ന ശേഷം നമുക്കതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ ഏകദേശം ഒന്ന് നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് 2-3 കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അയില. അപ്പോൾ നമ്മുടെ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.